ഹായ്, നമുക്കൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് നോക്കിയാലോ. ഈ ബാഗ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനകത്തുള്ള എല്ലാ പ്രൊഡക്ട്സും ആമസോണിൽ നിന്നാണ് എക്സെപ്റ്റ് ഡയപ്പേഴ്സ്. സോ നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ബേബി ഹഗിൻ്റെ ഡയപ്പറാണ്, ന്യൂ ബോൺ സൈസാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈൻഡ് ഔട്ട്ലെറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്, ആമസോണിൽ നിന്നല്ല. സെക്കൻഡ് പ്രൊഡക്റ്റാണ് റോംപർ. ഇത് പ്യോർ കോട്ടൺ റോംപറാണ്. ഇത് സെറ്റ് ഓഫ് 3 ആയിരുന്നു. 3 റോംപേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്യുവർ യെല്ലോ മാത്രമുള്ള റോംപർ എനിക്ക് ഫസ്റ്റ് വാഷിന് ശേഷം ഭയങ്കര ലൂസായിപ്പോയി. അത് മെറ്റീരിയൽ ഭയങ്കര വലിഞ്ഞു പോയി. ബാക്കി 2 റോംപേഴ്സും ഒരു 2.5 months വരെ യൂസ്ഫുൾ ആയിരുന്നു. നല്ല മെറ്റീരിയലാണ്, ഭയങ്കര ബ്രീത്തബിളാണ്. പിന്നെ ആണെങ്കിൽ വാവയ്ക്ക് നല്ല ചൂട് കിട്ടും. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നു. കൊള്ളാം, സെറ്റപ്പ് സാധനം. അടുത്തത് ബോഡി സൂട്ടാണ്. ഇതും സെറ്റ് ഓഫ് 3 ആയിരുന്നു. ഈ ബോഡി സൂട്ട് പറയാണ്ടിരിക്കാൻ വയ്യ. ഇതും ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. നിങ്ങളിത് വാങ്ങിച്ച് തന്നെ മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളായിരിക്കും ഞാൻ ബടായി അടിക്കാമെന്ന്. സത്യമായിട്ടും നല്ല മെറ്റീരിയലായിരുന്നു ഇത്. എനിക്ക് ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല ഞാനിത് വാങ്ങിച്ചതിന്. പിന്നെ ആണെങ്കിൽ നല്ല ഡിസൈനായിരുന്നു. വാവയ്ക്കിത് ഒരു 1.5 to 2 months വരെ യൂസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ടൈറ്റായിപ്പോയി. അപ്പം ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾ വാങ്ങണം. അടുത്തത് വൈറ്റ് ബോഡി സൂട്ട്. ഇതും നല്ലായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഒരു 3.5 months വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നൊരു മെറ്റീരിയലുണ്ട്, ഒരു ഐറ്റമുണ്ട്. ആ ഐറ്റം എനിക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി അത് ഞാൻ വാങ്ങരുതായിരുന്നു. ഹോസ്പിറ്റൽ ബാഗിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ വരാൻ പോണതേ ഉള്ളൂ. ആ ബാഗിൻ്റെ അടിയിലിരിക്കുന്നത് കണ്ടോ, അത് ബേബി പില്ലോ ആണ്. ഇതിനകത്ത് മസ്റ്റർഡ് സീഡ്സ് ആണുള്ളത്, ലാവൻഡറിൻ്റെ സ്മെല്ലൊക്കെയാണുള്ളത്. ആക്ച്വലി ന്യൂ ബോൺ ബേബീസിന് പില്ലോ വേണ്ട, ഞാൻ പക്ഷേ വാങ്ങിച്ചു. ഇതൊരു വാവയുടെ തലയെല്ലാം ഉറച്ച് കഴിയുമ്പോൾ ഒരു 4 to 5 months ഒക്കെ കഴിയുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ മസ്റ്റാർഡിൻ്റെ പില്ലോ യൂസ് ചെയ്യുക, പക്ഷേ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. ഞാനത് വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ബോഡി സൂട്ട്സും പിന്നെ റോംപേഴ്സും. നല്ല മെറ്റീരിയൽസ് ആയിരുന്നു. ഞാൻ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും എനിക്ക് റിഗ്രറ്റേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ്, അതായത് നെക്സ്റ്റ് ഐറ്റമാണ് ബ്ലാങ്കറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്വാഡിലായിട്ടും യൂസ് ചെയ്യാം. നല്ല കട്ടിയുള്ള മെറ്റീരിയലായിരുന്നു. ഇതൊരു 4 to 5 years ഒക്കെ വരെ ഉപയോഗിക്കാം, കാരണം അത്രയും വലുതായിരുന്നു. അടുത്തത് ഈ കാണുന്നതാണ് പ്യുവർ കോട്ടൻ്റെ എംബ്രോയ്ഡറി ഒക്കെ ഉള്ള വെസ്റ്റ്. ഇത് നാപ്പി ക്ലോത്താണ്, കോട്ടൻ്റെ നാപ്പി ക്ലോത്താണ്, മസ്ലിൻ കോട്ടൻ്റെ ആണ്. ഇത് നാപ്പി ക്ലോത്ത് ആണെങ്കിൽ കൂടി എനിക്കിത് നാപ്പിയായിട്ട് കെട്ടാൻ പറ്റിയിട്ടില്ല, കാരണം ഇത് ഭയങ്കര വലിയ ക്ലോത്താണ്. ആൻഡ് ഇതിന് ഇച്ചിരി കട്ടിയുണ്ട് കോട്ടൺ ആണെങ്കിലും. വാവയ്ക്കിത് ന്യൂ ബോൺ ബേബീസിന് കെട്ടാൻ പറ്റത്തില്ല. സോ ഞാനിത് വാവനെ ഇങ്ങനെ വിരിച്ച് കിടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരുന്നു. ആൻഡ് ഇത് ഞാൻ വീണ്ടും വാങ്ങിച്ചിരുന്നു. ഇത് ലങ്കോട്ടാണ്, അല്ലെങ്കിൽ ബേബി കോട്ടൺ നാപ്പിയാണ്. ഇത് നല്ല മെറ്റീരിയലാണ്, ഭയങ്കര ബ്രീത്തബിളാണ്, കുറച്ച് കട്ടിയുണ്ട്. പിന്നെ ഇതെനിക്കൊരു 4.5 months വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ബേബിക്ക് ഇപ്പോൾ 4 months ആയിട്ടുള്ളൂ. ഇതുവരെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല മെറ്റീരിയലാണ്, നല്ല കട്ടിയുണ്ട്, പക്ഷേ പ്യുവർ കോട്ടൺ ആണ്. ഈ കാണുന്ന നാപ്പീസും കോട്ടൺ തന്നെയാണ്. നല്ല മെറ്റീരിയലാണ്, ബ്രീത്തബിളാണ്, കോട്ടൺ ആണ്. റാഷസ് ഒന്നും ഉണ്ടാവത്തില്ല ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ട്രസ്റ്റ് മീ, നിങ്ങൾ എനിക്ക് താങ്ക്സ് പറയണം ഇത് ഉപയോഗിച്ചിട്ട്. എങ്ങനെ താങ്ക്സ് പറയും? കമൻറ്റ് ബോക്സിൽ വന്ന് താങ്ക് യു പറയണം. ആൻഡ് ഇതൊക്കെ നിങ്ങൾ വാങ്ങണം. എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വാങ്ങുക. വാവയ്ക്ക് അതൊക്കെ യൂസ്ഫുൾ ആവട്ടെ. സോ നമുക്കിനി വലിയ പെട്ടിക്കകത്ത് എന്താണെന്ന് നോക്കാം. ഇതിനകത്തും ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഡയപ്പറിനെ കുറിച്ചാണ്. ഞാൻ ബേബി ഹഗിൻ്റെ ഡയപ്പറാണല്ലോ ഇതിനകത്ത് ഉപയോഗിച്ചത്. ആക്ച്വലി എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാമ്പേഴ്സിൻ്റെയും പിന്നെ മാമി പോക്കോ പാൻസിൻ്റെ ഡയപ്പേഴ്സാണ്. അത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. വാവയ്ക്കത് ഭയങ്കര കംഫർട്ടബിളായിരിക്കും. സോ ഇപ്പോൾ ഈ കാണുന്ന സാധനമാണ് ഡയപ്പർ ചേഞ്ചിങ് മാറ്റ്, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മാറ്റ്. ഇത് സെറ്റ് ഓഫ് 3 ആണ്. ഇത് ഭയങ്കര നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ടോപ്പ് കവർ ഉണ്ടല്ലോ, അത് ഭയങ്കര സോഫ്റ്റാണ്, കോട്ടണിയാണ്. അതിൻ്റെ ബാക്കിലാണെങ്കിൽ എന്താ പറയുക, റബ്ബർ ഷീറ്റാണ്.
പിന്നെ വാട്ടർ വൈപ്സ് ആണ്. ഞാനിതിനകത്ത് ഹിമാലയയുടെയും ബേബി ഹഗിൻ്റെ വാട്ടർ വൈപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. വെറ്റ് വൈപ്പ് വാങ്ങരുത് കേട്ടോ, വാട്ടർ വൈപ്പ് തന്നെ വാങ്ങണം. ഇനി സെറ്റ് ഓഫ് 3 സ്വാഡിൽസ്, കോട്ടൻ്റെ സ്വാഡിൽസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഡിൽസ് എനിക്ക് 1 month വരെ യൂസ്ഫുൾ ആയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വാവ സ്വാഡിൽ ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. വാവയ്ക്ക് സ്വാഡ്ലിങ് അത്ര ഇഷ്ടമല്ല. സോ അതെനിക്കത്ര വാങ്ങണം എന്ന് തോന്നിയില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ക്യാപ്പും മിറ്റൻസും ബൂട്ടീസിൻ്റെ ഒരു സെറ്റ് ഓഫ് 2. ഇത് ഭയങ്കര നല്ലതാട്ടോ, കാരണം വാവയ്ക്ക് തണുക്കത്തില്ലല്ലോ. ബൂട്ടീസും മിറ്റൻസൊക്കെ ഇട്ടാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സെൻട്രലൈസ്ഡ് AC ഒക്കെ ആകുമ്പോൾ വാവയ്ക്ക് നല്ല ചൂടെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഡിൽ ചെയ്യുന്നതിന് മുൻപ് ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും ഒക്കെ ഇടാം. ഇത് വീണ്ടും ഒരു ബ്ലാങ്കറ്റാണ്, അല്ലെങ്കിൽ സ്വാഡ്ലിങ് ക്ലോത്തായിട്ടും ഉപയോഗിക്കാം. ഇതും വാവയ്ക്ക് ഒരു 4 months ലൈക്ക് 4 years വരെ യൂസ് ചെയ്യാം. അടുത്തതാണ് ബേബി നെസ്റ്റ്, ബേബി കാരിയർ നെസ്റ്റ്. ഈ നെസ്റ്റ് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഇത്രയും വലിയ നെസ്റ്റൊന്നും വാങ്ങേണ്ട ആവശ്യം ഉണ്ടായില്ല. ചെറിയ സൈസ് കിട്ടും നെസ്റ്റിൻ്റെ. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് വാങ്ങിച്ചാൽ മതിയാവും. എന്നെപ്പോലെ അബദ്ധം പറ്റരുത്. ഇത് വലുതായിപ്പോയി, ബേബി കുഞ്ഞു നെസ്റ്റ് ഭയങ്കര വലുതുമായിപ്പോയി. പക്ഷേ പറയാണ്ടിരിക്കാൻ വയ്യ, എൻ്റെ മെറ്റീരിയൽ ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര കോട്ടണിയാണ്, സോഫ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നേ. അപ്പോൾ നിങ്ങൾ വാങ്ങുക, വാവയ്ക്കൊക്കെ കംഫർട്ടബിൾ ആവട്ടെ ഇതെല്ലാം യൂസ് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു കമൻറ്റ്, സബ്സ്ക്രൈബ്, ലൈക്ക്. താങ്ക് യു. ബൈ.